أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما. Assalamu alaikum wa rahmatullahi wa barakatuhu, my dear sisters. Today, I want to share a simple idea. നമ്മളെ ഹൃദയം അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ നമ്മളെ ലേണിംഗ് ബിക്കംസ് ഈസിയർ ആൻഡ് അവർ കോൺസെൻട്രേഷൻ ബിക്കംസ് സ്ട്രോങ്ങർ. ദിസ് കണക്ഷൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ ത്രീ തിങ്സ് ആക്ച്വലി. ഒന്ന്, ദുആ, ഖുറാൻ ലേണിംഗ് ആൻഡ് കോൺസെൻട്രേഷൻ. ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദുആ. ദുആ ഇസ് അവർ ഡയറക്റ്റ് ലൈൻ ടു അള്ളാഹ്. അള്ളാഹായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, നേരിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഓർ നേരിട്ടുള്ളൊരു ലൈനാണ് ദുആ എന്ന് പറയുന്നത്. വെൻ വി മേക്ക് ദുആ വി എക്സ്പ്രസ് അവർ ഹോപ്സ്, ഫിയേഴ്സ് ആൻഡ് ഡ്രീംസ്. ഇറ്റ് ബ്രിങ്സ് പീസ് ടു ദ ഹാർട്ട്, റൈറ്റ്? ആക്ച്വലി പീസ് ഹാർട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്ത ദുആല് നമുക്ക് ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അള്ളാഹിനെ ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ദുആ ചെയ്യുന്നത്. എന്നാലേ നമുക്ക് ആക്ച്വലി പീസ്ഫുൾ ആയിട്ടുള്ള ഹാർട്ട് കിട്ടും, റൈറ്റ്? ഒരു ഹദീസ് ഉണ്ട്. വൺസ് എ യങ് സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് പോയി. ഹി വെന്റ് വറീഡ് അബൌട്ട് ഹിസ് പ്രോബ്ലംസ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കരമായിട്ട് വെറീഡ് ആയിട്ടാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് ചെന്നത്. ദെൻ ദ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ദുആസ് പഠിപ്പിച്ചു. സിമ്പിൾ ദുആസ്, പക്ഷെ ട്രസ്റ്റോട് കൂടിയിട്ട് പറയാൻ പറഞ്ഞു. ആൻഡ് ഹി ലെഫ്റ്റ് വിത്ത് എ കാമർ ഹാർട്ട്. അദ്ദേഹം ഇവിടെ പീസ്ഫുൾ ആയിട്ടുള്ള കാമർ ആയിട്ടുള്ള ഹാർട്ടായിട്ട് ലെഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? ഹി സെഡ് ഇറ്റ് വിത്ത് ട്രസ്റ്റ്. ദുആസ് ട്രസ്റ്റ് ഇല്ലാതെ ചെയ്തിട്ട് ആക്ച്വലി നമുക്ക് പീസ്ഫുൾ ഹാർട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പലർക്കും കുറേ ദുആ ചെയ്തിട്ടും പീസ്ഫുൾ ആയിട്ടുള്ള ഹാർട്ട് കിട്ടാത്ത, ഭയങ്കരമായിട്ട് ടെൻഷൻ തന്നെ ഉണ്ടാവുന്നത്. ആക്ച്വലി നമുക്ക് ഒരു കാര്യം നമ്മളിങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സാധനം നമ്മൾ കളഞ്ഞു പോയി എന്ന് വിചാരിച്ചോ. ഒരു സാധനം കളഞ്ഞു പോയാൽ നല്ല വിലപിടിപ്പുള്ള സാധനം അത്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, ആ സാധനം കളഞ്ഞു പോയി. എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്തു, അള്ളാഹ് എനിക്കത് എങ്ങനെയെങ്കിലും ഹൈറാണെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്കത് തരണേന്ന് പറഞ്ഞ് നമ്മൾ കാര്യമായിട്ട് ട്രസ്റ്റോട് കൂടിയിട്ട് ദുആ ചെയ്താൽ പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? അത് കിട്ടുന്നവരെ നമുക്കൊരു ടെൻഷനില്ല. കാരണം നമുക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ വി നോ ദാറ്റ് അത് ഹൈറാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും നമുക്കറിയാം. പിന്നെ നമ്മളിവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു സാധനം എന്തായാലും ദുആ ചെയ്താലും നമുക്കതിനെ കുറിച്ച് ഇങ്ങനെ ടെൻഷനാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ദുആ ചെയ്യുന്നുണ്ടാവും, അതേ സമയത്ത് ടെൻഷൻ അടിക്കുന്നുണ്ടാവും. സോ ഫസ്റ്റ് വി ഷുഡ് ഹാവ് എ പീസ്ഫുൾ ഹാർട്ട് ആക്ച്വലി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് എന്താ? ട്രസ്റ്റ് ആണ്. ഹൗ ടു ട്രസ്റ്റ് അള്ളാഹ്? അള്ളാഹിൽ എങ്ങനെ നമ്മൾ ട്രസ്റ്റ് കൽപ്പിക്കുക? അതായിരിക്കും നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഡൗട്ട്. ഫോർ ട്രസ്റ്റിംഗ് അള്ളാഹ്, ടോക്ക് ടു ഹിം. അള്ളാഹു ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടിനൊക്കെയാണ് ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ ഏതോ വഴി പോകുന്ന ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യില്ല. ജസ്റ്റ് എപ്പോഴൊക്കെ സംസാരിക്കുന്ന സ്ട്രേഞ്ചേഴ്സ് എന്നല്ല, ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്, പക്ഷെ എപ്പോഴൊക്കെ സംസാരിക്കുന്നുള്ളൂ എങ്കിൽ അവരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂല അങ്ങനെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലോ വി ട്രസ്റ്റ് ഹിം ദ മോസ്റ്റ്, റൈറ്റ്? ഓരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ടോക്ക് ടു അള്ളാഹോട് ടോക്ക് ചെയ്ത് മേക്ക് ഹിം യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അള്ളാഹിനെ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി മാറ്റാം. അള്ളാഹ് എന്റേതാണ് എന്നുള്ളൊരു രീതിക്ക് എത്താൻ നോക്കുക. കാരണം ആ ചിന്ത വരാൻ ആക്ച്വലി ഭയങ്കര എളുപ്പമാണെന്ന് വെച്ചാൽ ടോക്ക് ടു അള്ളാഹ്. ആൻഡ് നമ്മൾ അള്ളാഹോട് ടോക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ഹംബിളായിരിക്കണം. ഭയങ്കര സിമ്പിളായിട്ടായിരിക്കും സംസാരിക്കുന്നത്. സിംപ്ലിസിറ്റി വേണം. ഭയങ്കര ഹംബിളായിട്ട് സംസാരിക്കാൻ പാടില്ല. അറ്റ് ദ സെയിം ടൈം അള്ളാഹിനെ ഇങ്ങനെ ഓവറായിട്ട് റെസ്പെക്ട് ചെയ്ത് അള്ളാഹ് എവിടെയോ ഉണ്ട്. നമ്മൾ ഒരു സമയത്ത് ഉപ്പാമാരെയൊക്കെ ഒരു ആൾക്കാർ അങ്ങനെ കാണാം, വലിയ സംസാരിക്കൊന്നുമില്ല, ഭയങ്കര എന്തോ ഭയഭക്തിയോട് കൂടിയിട്ട് കാണാം. പക്ഷെ ഭയം മാത്രം പോരാ, അറ്റ് ദ സെയിം ടൈം നമുക്ക് സ്നേഹവും വേണം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഉപ്പാടൊക്കെ സംസാരിക്കുക, എന്നിട്ട് സ്നേഹം വളർത്തിയെടുക്കുക എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം എപ്പോഴും സ്ട്രോങ്ങർ ആയിക്കൊണ്ടേയിരിക്കും. അതേപോലെ
ടോക്ക് ടു അള്ളാഹ്. അള്ളാഹോട് ടോക്ക് ചെയ്യാൻ ആക്ച്വലി നല്ലതാണ്. കൈയൊക്കെ ഉയർത്തിയിട്ട് നല്ല രീതിക്ക് ദുആ ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ മാത്രമേ അള്ളാഹോട് സംസാരിക്കാൻ പറ്റൂ, അങ്ങനെ മാത്രമേ ദുആ ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല. whenever you are free, വെറുതെ ഇരിക്കുകയാണെങ്കിലും വെറുതെ സംസാരിക്കുക അള്ളാഹോട്. ഇപ്പം ഞാൻ ചെറുപ്പത്തിലൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെ ഇങ്ങനെ കാണാതെ കാണാതെന്നല്ല, ഇങ്ങനെ വീട്ടിലത്തെ ആൾക്കാർക്ക് ചോദിക്കുന്നത് വട്ടാണോ, അങ്ങനെ ഇങ്ങനെ വെറുതെ തമാശക്കൊക്കെ പറയായിരുന്നു, വെറുതെ സംസാരിക്കും. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് എന്തോ പോലെ ഫീലായി. അങ്ങനെ ഞാനത് എന്ത് ചെയ്തു, കുറച്ച് കഴിയുമ്പോൾ ഇറ്റ് ഷിഫ്റ്റഡ് ടു ടോക്കിംഗ് ടു അള്ളാഹ്. ആൻഡ് ഇറ്റ്സ് ദ ബെസ്റ്റ്. ട്രസ്റ്റ് മീ, ഇറ്റ്സ് ദ ബെസ്റ്റ്. ആക്ച്വലി നമ്മൾ അള്ളാഹോട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി വെറീസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് മോസ്റ്റ്ലി ഞാൻ നടന്നിട്ടാണ് പോവുക സ്കൂളിലേക്കൊക്കെ. അപ്പോൾ നടന്നു പോകുന്ന സമയത്തൊക്കെ ഞാൻ വെറുതെ അള്ളാഹോട് സംസാരിച്ചുകൊണ്ട് പോകും. ആൻഡ് ആ ഡേ നമുക്ക് ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നും. നമ്മൾ അള്ളാഹോട് സംസാരിച്ചുകൊണ്ടുള്ളൊരു ദിവസവും അള്ളാഹോട് തീരെ സംസാരിക്കാത്തൊരു ദിവസവും വെച്ച് നോക്കുകയാണെങ്കിൽ യു കുഡ് സീ ദ ഡിഫറൻസ്. ആക്ച്വലി നമ്മൾ സിൻസിയർ ആയിട്ടാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹോട് വെറുതെ സംസാരിക്കുക, കാര്യമായിട്ടൊന്നും പറയണ്ട. ജസ്റ്റ് ഐ ലവ് യു അള്ളാഹ് എന്ന് വരെ പറയാ. ആൻഡ് താങ്ക് യു അള്ളാഹ്, അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കൊണ്ടൊന്ന് പറയാം, താങ്ക് യു, എനിക്ക് അത് കിട്ടി, ഇത് തന്ന്. നമ്മൾ സന്തോഷത്തോടെ ബെസ്റ്റ് ഫ്രണ്ട് നമുക്കൊരു ഗിഫ്റ്റ് തന്നാൽ പറയൂലേ, അതേപോലെ നമ്മൾ പറയാൻ ശ്രമിക്കാം ഇൻഷാ അള്ളാഹ്. ആൻഡ് മോസ്റ്റ്ലി അള്ളാഹിനോടും ഐ ലവ് യു പറയാൻ ശ്രമിക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരോട് ഐ ലവ് യു പറയണം എന്ന് പറയും. അറ്റ് ദ സെയിം ടൈം നമ്മൾ അള്ളാഹിനോടും പറയണം. കാരണം അള്ളാഹോട് അതൊന്നും നമ്മൾ ആക്ച്വലി മറച്ചു വെക്കാൻ പാടില്ല. അള്ളാഹ് നീ വലിയവനാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ. അള്ളാഹ് ഐ ലവ് യു അള്ളാഹ്, എനിക്ക് ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുക ഇൻഷാ അള്ളാഹ്. അപ്പോഴാണ് നമ്മളെ തമ്മിലൊരു ബോണ്ടൊക്കെ ഉണ്ടാവുക. അങ്ങനെ ബോണ്ടൊക്കെ ഉണ്ടായി നമ്മൾ അള്ളാഹിനൊരു ബെസ്റ്റ് ഫ്രണ്ട്, അള്ളാഹ് എൻ്റെതാണെന്ന് കാണാൻ തുടങ്ങുമ്പോഴാണ് നമുക്കവിടെ ട്രസ്റ്റ് നേരെ ഫോം ചെയ്യാൻ പറ്റുക ആക്ച്വലി. അപ്പോൾ ട്രസ്റ്റോട് കൂടിയിട്ട് നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി പീസ്ഫുൾ ഹാർട്ട് കിട്ടും. കാരണം ട്രസ്റ്റോട് കൂടി അള്ളാഹ് എല്ലാം ശരിയാക്കും, ഞാൻ അള്ളാഹോട് ദുആ ചെയ്തിട്ടുണ്ട്, അള്ളാഹോട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള ട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ നമുക്ക് പേടിക്കാനുള്ള, ആക്ച്വലി ഒന്നുമില്ല. അതേപോലെ ദിസ് ഷോസ് എ പീസ്ഫുൾ ഹാർട്ട് സ്റ്റാർട്ട്സ് വിത്ത് ദുആ, റൈറ്റ്? അതേപോലെ എ പീസ്ഫുൾ ഹാർട്ട് ഫോക്കസസ് ബെറ്റർ. നൗ ലെറ്റ് us think about how the Quran should be taught. ഖുറാൻ ശരിക്കും എങ്ങനെയാ പഠിപ്പിക്കുന്നത്? ലൈക്ക് നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ, പീസ്ഫുൾ ഹാർട്ട് ഉണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും, അപ്പോൾ ഖുറാൻ പഠിക്കാൻ പറ്റും എന്നൊക്കെ പറയും. പക്ഷെ ഖുറാൻ ശരിക്കും എങ്ങനെ പഠിപ്പിക്കേണ്ടേ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലൈക്ക് ഖുറാൻ സ്ട്രിക്ട്നെസ്സോടെയാണോ ഓർ കമ്പാഷനോടെയാണോ പഠിപ്പിക്കേണ്ടത്? കമ്പാഷനൊക്കെ കൊടുത്തിട്ട് ഭയങ്കര എങ്ങനെ പഠിപ്പിക്കേണ്ടതെന്നുള്ളൊരു ഡൗട്ട് വരാറുണ്ട്. ദ ഖുറാൻ ഇസ് എ ബുക്ക് ഓഫ് മേഴ്സി, സോ ഇറ്റ് ഷുഡ് ബി തോട്ട് വിത്ത് മേഴ്സി, റൈറ്റ്? ഖുറാൻ എന്ന് വെച്ചാൽ കരുണയുടെ ഒരു പുസ്തകമാണ്. ആൻഡ് that book should be taught with kindness and compassion. ഒരിക്കലും നമ്മൾ ആ ബുക്ക് ഒരിക്കലും, ഖുറാൻ എന്ന് വെച്ചാൽ ഒരിക്കലും ഫിയർ ചെയ്തിട്ട്, പേടിച്ചിട്ട്, ഭയപ്പെട്ടിട്ട്, വേറെ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓർ ഫോഴ്സ് ചെയ്തിട്ട്, കമ്പൽ ചെയ്തിട്ട് ഒരിക്കലും അങ്ങനെയൊന്നും പഠിക്കേണ്ട ഒരു ബുക്കല്ല ആക്ച്വലി ഖുറാൻ. ഖുറാൻ ഇസ് എ ബുക്ക് ഓഫ് മേഴ്സി. ടീച്ചേഴ്സ് ഒക്കെ മോസ്റ്റ്ലി കുട്ടികളോടൊക്കെ കരുണയോട് കൂടിയിട്ട് അവരെ നല്ല രീതിക്ക് ഖുറാനോടുള്ള ഇഷ്ടം ക്രിയേറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ദേ വിൽ ഹാവ് എ ലൈക്ക് ഡെവലപ്പ് എ റിയൽ കണക്ഷൻ വിത്ത് ഖുറാൻ. സോ ഇറ്റ് കുഡ് ഹെൽപ്പ് ഹിം ഓർ ദം സ്റ്റഡി ഫാസ്റ്റർ. ആൻഡ് നമ്മൾ ഒരു കാര്യം എപ്പോഴും ലവ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അള്ളാഹ് തന്നെ ഖുറാനിൽ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. സൂറ താഹയിലെ 2ാമത്തെ ആയത്താണ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, വി ഹാവ് നോട്ട് സെൻഡ് ഡൗൺ ദ ഖുർആൻ ടു കോസ് യു ഹാർഡ്ഷിപ്പ്. ഒരിക്കലും നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അള്ളാഹു ഖുർആൻ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്, ഖുർആൻ സെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഒരിക്കലും നമ്മൾ വേറെ ആളെ സ്ട്രിക്റ്റോട് കൂടിയിട്ട് കമ്പൽ ചെയ്തിട്ടൊന്നും ഒരിക്കലും പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഖുറാൻ എന്ന് വെച്ചാൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഖുറാൻ പഠിക്കുന്ന സമയത്ത്
അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു, 100-ലധികം കുട്ടികളുണ്ടായിരുന്നു മാഷാ അല്ലാ. അപ്പോൾ അതിൽ കൂടുതൽ കുട്ടികളും അവരുടേതായ ഇഷ്ടത്തിന് വന്ന കുട്ടികളാണ്. അതിൽ പാതി കുട്ടികളെന്തോ പാരൻസ് ഫോഴ്സ് ചെയ്തിട്ട് കമ്പൽ ചെയ്തിട്ട് കൊണ്ടിട്ട കുട്ടികളുണ്ട്. അതിൽ മോസ്റ്റ്ലി കുറേ കുട്ടികൾക്ക് മാഷാ അല്ലാ അൽഹംദുലില്ലാ കുറേ കുട്ടികൾ ഖുറാനോടുള്ള ഇഷ്ടം ഡെവലപ്പ് ചെയ്തിട്ട് പഠിക്കുന്നവരുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിൽ കുറച്ച് കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ അത് ഫോഴ്സ് ചെയ്തിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനോടൊന്നും ഒരു ഇഷ്ടമില്ല എന്നല്ല, സുബ്ഹാനല്ലാഹ് നമ്മൾ കണ്ടാൽ തന്നെ ഇങ്ങനെ വിചാരിച്ചു പോകും ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലേ ഫോഴ്സ് ചെയ്താൽ. അവർക്കൊരു ഹേറ്റ് പോലെയാണ് ഖുർആൻ എന്ന് വെച്ചാൽ. ഖുർആൻ എന്നല്ല, ഈ ദീനിനോട് തന്നെ ഒരു കണക്ഷനൊക്കെ അവർ കൂടുതലും അവർ പഠിക്കുന്ന ഒരു ഖുർആൻ്റെ സ്ഥാപനത്തിലാണ്, ഖുർആൻ പഠിക്കുന്നുണ്ട്. അത് ആ സമയത്ത് തന്നെ അവർ ഖുർആനുമായിട്ട് കൂടുതൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഖുർആൻ ഫോഴ്സ് ചെയ്തിട്ട് പഠിപ്പിക്കാനേ പാടില്ല ഇൻഷാ അല്ലാഹ്. And when we learn with something with love, our mind focuses better. Compassion makes learning easier, smoother, and more enjoyable. Finally, let's talk about concentration. In today's world, distractions are everywhere. But we can improve our focus through simple habits like keeping our study space clean, studying in short focus sessions, and avoiding multitasking. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ നോർമലി പറയാനായിട്ടുണ്ട്. ബട്ട് ദ സ്ട്രോങ്ങസ്റ്റ് കോൺസെൻട്രേഷൻസ് കംസ് വെൻ അവർ ഹാർട്ട്, സോൾ ആൻഡ് മൈൻഡ് ആർ അലൈൻഡ്. നമ്മൾ ഹൃദയവും ആത്മാവും ആൻഡ് മനസ്സും ഒന്നിക്കുമ്പോഴാണ് ആക്ച്വലി the perfect or the strongest concentration form ആവുന്നത്. A peaceful heart leads to a focused mind. Dua aligns the heart. Compassionate Quran learning aligns the soul. And together they strengthen the mind. Right? എന്താ വെച്ചാൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സമാധാനത്തോടെ ഉള്ള ഹൃദയമാണെങ്കിൽ, പീസ്ഫുൾ ആയിട്ടുള്ള ഹാർട്ട് ആണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ശ്രദ്ധ കൂടുതൽ തന്നെയായിരിക്കും, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഖുറാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഖുറാൻ പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത്താമാരൊക്കെ പറയുന്ന കാര്യം, മനസ്സിലൊരു ലോഡ് കാര്യങ്ങൾ കുത്തി ഉറച്ച് വെച്ചിരിക്കുക, പിന്നെ എങ്ങനെ ഖുറാൻ തലക്കയറാം, എല്ലാം ഒന്ന് ഒഴിവാക്ക്, അങ്ങനെയൊക്കെ പറയും. ഒന്ന് പോയി നടന്നിട്ടൊക്കെ വന്നിട്ട് മനസ്സിൽ നിന്നൊക്കെ വിട്ടുകള, പിന്നെയല്ലേ പഠിക്കാൻ പറ്റുക എന്നൊക്കെ പറയും. അത് ആക്ച്വലി കാരണം എന്താ വെച്ചാൽ നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള നല്ല ഒഴിഞ്ഞ കൂൾ മൈൻഡുള്ള കുട്ടികൾക്കാണ് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റുക. ആക്ച്വലി കുറച്ചും കൂടി മനസ്സിലാക്കിയത്, കുറച്ചും കൂടി മാത്സിലൊക്കെ തലയുണ്ടാവുക നല്ല കൂളായിട്ടുള്ള ആൾക്കാർക്കാണ് പറയാറുണ്ട്. ബിക്കോസ് അത് പീസ്ഫുൾ ഹാർട്ട് ക്യാൻ ഫോക്കസ് ബെറ്റർ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ദുആ ശരിക്കും ഹൃദയത്തെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ എപ്പോഴും ഇങ്ങനെ നിരന്തരമായിട്ട് ശരിയായിക്കൊണ്ടിരിക്കും. ആൻഡ് കരുണയുള്ള ഖുർആൻ പഠനം, ലൈക്ക് കരുണയോട് കൂടിയുള്ള കൈൻഡ്നെസ്സോട് കൂടിയുള്ള ഖുർആൻ പഠനം സോളിനെ ആക്ച്വലി ലൈറ്റൺ ചെയ്യും, ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ ഒന്നിച്ചാൽ മനസ്സ് ശരിക്കും സ്ട്രോങ്ങർ ആവും ആൻഡ് എവറിത്തിങ് വിൽ ബി ലൈക്ക് പെർഫെക്റ്റ് പോലെ നമുക്ക് ഫീൽ ആവാൻ തുടങ്ങും. ആൻഡ് അറ്റ് ലാസ്റ്റ് in the end, all three are connected. All these three are connected. Dua, Quran, concentration. എങ്ങനെ വെച്ചാൽ dua gives peace and Quran gives direction. Then എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ വരും. ഖുറാൻ കാരണം നമുക്ക് കോൺസെൻട്രേഷന് കുറെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് കോൺസെൻട്രേഷൻ ഗിവ്സ് സക്സസ്. If we combine these three, we can become better students, better learners, and better human beings. Thank you everyone. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. الحمد لله رب العالمين.